ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. ജോമെട്രിയിലെ ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. CGL 2021 ചോദിച്ചാണ്. ദ റേഡിയ ഓഫ് ടു കോൺസെൻട്രേറ്റ് സർക്കിൾസ് വിത്ത് സെൻറ്റർ OR 26 and 16 cm. Chord AB of the larger circle is tangent to the smaller circle at C and AD is the diameter. What is the length of CD? അപ്പോൾ കോൺസെൻട്രിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ സെയിം സെൻറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു ചെറിയ സർക്കിൾ ഉണ്ട്, അതിന് പുറത്ത് അതേ സെൻറ്റർ വെച്ചിട്ട് 26 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള പുറത്തൊരു സർക്കിളുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് കോഡ് AB എന്ന് പറയുന്ന ഒരു കോഡ് എന്ത് ചെയ്യുന്നു, അത് ലാർജർ സർക്കിളിൻ്റെ കോഡാണ്, എന്നാൽ അത് ടാൻജൻ്റ് ആണ് സ്മോളർ സർക്കിളിന്. അപ്പോൾ AB എവിടെയാണ്, C എന്ന് പറയുന്ന പോയിന്റിൽ. അതുപോലെ AD എന്ന് പറയുന്നത് എന്താണ്, ഡയമീറ്റർ ആണ്. AD ഡയമീറ്റർ ആണ്. ഇപ്പോൾ സെൻറ്റർ ആയിട്ടുള്ള ഓയിലൂടെ എന്ത് ചെയ്യും, അത് കടന്നു പോവും. പറഞ്ഞിരിക്കുന്നത് നമുക്ക് CD എന്ന് പറയുന്ന ലെങ്ത് ആണ് വേണ്ടത്. CD എന്ന് പറയുന്ന ഈ ഒരു ലെങ്താണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമ്മുടെ അപ്ലൈ ചെയ്യാം. ഇത് ടാൻജൻ്റ് ആണ്. ഇപ്പോൾ സെൻറ്ററിൽ നിന്നും ടാൻജൻറ്റിലോട്ട് വരയ്ക്കുന്ന ലൈൻ എന്ത് ചെയ്യും, 90 ഡിഗ്രിയിൽ ഇതിനെ ബൈസെക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ ഞാൻ ഈ ലൈനോട് ജോയിൻ ചെയ്താൽ ഇത് സെമി സർക്കിളിലെ ആംഗിൾ ഇത് എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത് O മുതൽ A വരെ 26 സെൻറ്റിമീറ്റർ ആണെങ്കിൽ O മുതൽ D വരെയും 26 സെൻറ്റിമീറ്റർ ആണ്. കാര്യം വലിയ സർക്കിളിൻ്റെ റേഡിയസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ലൈൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ലൈൻ ഈ ഒരു O എന്ന് പറയുന്ന AD എന്ന് പറയുന്ന ലൈനെ എന്ത് ചെയ്യുന്നു, ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ മിഡ് പോയിൻ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് വേറൊരു കാര്യം പറയാം, ഇത് 90 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഈ ലൈൻസ് എന്താണ്, ഇത് പാരലാണ്. അപ്പോൾ ഈ ലൈൻസ് പാരലാണെങ്കിൽ ഇത് മിഡ് പോയിൻ്റ് ആണ് ജോയിൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ലൈൻസ് പാരലാണ്. OC എന്ന് പറയുന്ന ലൈനും DB എന്ന് പറയുന്ന ലൈനും എന്താണ്, പാരൽ ലൈൻസ് ആണ്. കാര്യം രണ്ട് 90 ഡിഗ്രിയാണ്. അപ്പോൾ അങ്ങനെ പാരൽ ലൈൻസ് ആണെങ്കിൽ ഇത് മിഡ് പോയിൻ്റ് തിയറി ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മിഡ് പോയിൻ്റ് ആണ്. ഇത് മിഡ് പോയിൻ്റ് ആണെങ്കിൽ ഇതും എന്തായിരിക്കും, മിഡ് പോയിൻറ്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ ലൈനിന് പാരലായിരിക്കും. ഒരു പോയിന്റിൽ നിന്നും രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഒരു പോയിന്റിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രയാങ്കിളിൽ ഒരു പോയിന്റിൽ നിന്നും മിഡ് പോയിൻറ്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ മൂന്നാമത്തെ ലൈനിന് പാരലായിരിക്കും. ഈ രണ്ട് ട്രയാങ്കിൾസും സിമിലർ ആയിരിക്കും. നമുക്കതൊന്നും വേണ്ട. അതുപോലെ തന്നെ ഇവിടെ ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1:2 ആയിരിക്കും. ഇപ്പോൾ ചെറിയ ട്രയാങ്കിൾ 1 ആണ് സൈഡെങ്കിൽ വലുതെന്തായിരിക്കും, 2 ആയിരിക്കും. ഇതാണ് മിഡ് പോയിൻറ്റ് തിയറം. അപ്പോൾ ഇത് 1 ആണെങ്കിൽ 2 ആണ്. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ എന്താ, OCയുടെ ലെങ്ത് 16 സെൻറ്റിമീറ്റർ. കാര്യം റേഡിയസ് ആണ് ചെറുതിൻ്റെ. അപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്ത് വന്നു, 32 എന്ന് വന്നു. അപ്പോൾ അവിടെ നമുക്ക് 32 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ട്രയാങ്കിൾ നോക്കുക, OACയിൽ ഇത് 26 ഉണ്ട്, ഇത് 16 ഉണ്ട്, ഇവിടെ 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത് എത്ര കിട്ടും നമുക്ക്, 26-നും 16-നും 2 ഉണ്ട്. ഇപ്പോൾ 2 × 13 2 × 8 ആണ്. ഇനി 13-ലും 8 ഇതില്ല, 8-ലും പൈതഗോറസ് അപ്ലൈ ചെയ്യാം. √13² - 8² √105 എന്ന് വരും. അപ്പോൾ ഇത് മിഡ് പോയിൻ്റ് ആണ്. ഇത് മിഡ് പോയിൻ്റ് ആണെങ്കിൽ ഇവിടെ എന്താണ്, മിഡ് പോയിൻ്റ് ആണ്. മിഡ് പോയിൻ്റ് തിയറം വെച്ചിട്ട് ഇപ്പോൾ 2√105 ഇത് എത്ര ആയിരിക്കും, 2√105. അപ്പോൾ നമുക്ക് CD എന്ന് പറയുന്ന വാല്യൂ എന്ത് കിട്ടും, √32² 32² 1024 അധികം 2√105 4 × 105 420 ആണ്. അപ്പോൾ നമുക്ക് √1444 കിട്ടും. അതാണ് 38. ഓപ്ഷൻ A നമുക്ക് ആൻസർ കൊടുക്കാം. നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ബാക്കിയുള്ള ക്ലാസ്സുകളെല്ലാം കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ക്ലാസ്സുകളും